നമസ്കാരം. പത്മ പുരസ്കാരത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഇതിൽ പത്മഭൂഷൺ, പത്മശ്രീയാണ് നോക്കുന്നത്. ഓക്കെ, പത്മഭൂഷൺ 19 പേർക്ക്, അതിൽ കേരളത്തിൽ നിന്ന് 2 മലയാളികൾക്ക് ആരെല്ലാമെന്ന് നോക്കാം. ഇത് നമ്മളിന്ന് ഒരു കൊച്ചു കഥയിലൂടെ, ഒരു കുഞ്ഞു കണക്ഷനിലൂടെ നമ്മൾ പത്മഭൂഷണും പത്മശ്രീയും മനസ്സിലാക്കാൻ പോവുകയാണ്. പത്മഭൂഷൺ കിട്ടിയവർ PR ശ്രീജേഷ്, കേരളത്തിൽ നിന്ന് PR ശ്രീജേഷ്. ജോസ് ചാക്കോ പെരിയപുരം, കേരളം. ശോഭന ചന്ദ്രകുമാർ, തമിഴ്നാട്. സുശീൽ കുമാർ മോദി, ബീഹാർ. വിവേക് ദിബ്രോയ്, ഡൽഹി. എ സൂര്യപ്രകാശ്, കർണാടക. വിനോദ് ധാം, USA. മനോഹർ ജോഷി, മഹാരാഷ്ട്ര. നന്ദമുറൈ ബാലകൃഷ്ണൻ, ആന്ധ്രാപ്രദേശ്. S അജിത് കുമാർ, തമിഴ്നാട്. ജതിൻ ഗോസ്വാമി, ആസാം. ശേഖർ കപൂർ, മഹാരാഷ്ട്ര. പങ്കജ് ഉധാസ്, മഹാരാഷ്ട്ര. ആനന്ദ് നാഗ്, കർണാടക. കഥ സ്റ്റാർട്ട് ചെയ്യാം. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം വിവേക് ദിബ്രോയും വിനോദ് ധാമും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നു. സ്റ്റേജിലേക്ക് നമ്മൾ ഓരോരുത്തരെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ സുശീൽ കുമാർ മോദിയെ ക്ഷണിക്കുന്നു. സുശീൽ കുമാർ മോദിയെ ക്ഷണിച്ചിരുത്തുന്നു. നെക്സ്റ്റ് സ്പോർട്സ് താരം ശ്രീജേഷിനെ ക്ഷണിച്ചിരുത്തുന്നു. അടുത്തതായി ശോഭന ചന്ദ്രകുമാർ, സിനിമാ താരം ശോഭനയെ നമ്മൾ സ്റ്റേജിലേക്ക് ക്ഷണിച്ചിരുത്തുന്നു. അതിനുശേഷം സ്റ്റേജിലേക്ക് നന്നായി സൂര്യപ്രകാശം വരുന്നുണ്ട്. സോ നമുക്ക് സൂര്യപ്രകാശ് എന്ന വ്യക്തിയെ ഇതിൽ നിന്ന് ഓർത്ത് വെക്കാം. അടുത്തതായി മനോഹരമായി പാട്ട് പാടുന്ന, ദാസേട്ടനെ പോലെ പാടുന്ന ഗസൽ ഗായകർ. മനോഹരമായി മനോഹർ ജോഷി, ദാസേട്ടനെ പോലെ പാടുന്ന പങ്കജ് ദാസ്, ഇങ്ങനെ ഓർത്ത് വെക്കാം. അടുത്തതായി സ്റ്റേജിലിരുന്ന് ഒരു മുറ എന്ന് പറയുന്ന ബാലകൃഷ്ണൻ ശോഭനയെ നോക്കി പറയുന്നു. ഇത് നമുക്ക് ഇത് കേട്ടിരിക്കുന്നത് ആരാണ്? ജിതിൻ ഗോസ്വാമി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു മുറയിൽ നിന്ന് നന്ദമുറൈ ബാലകൃഷ്ണ ഓർത്ത് വെക്കാം. സ്വാമി എന്നുള്ളതിൽ ജിതിൻ ഗോസ്വാമിയെ നമുക്ക് ഓർത്ത് വെക്കാം. പിന്നെ സ്റ്റേജിൽ ഇരിക്കുന്നത് S അജിത് കുമാർ, ശേഖർ കപൂർ, ഇവർ സ്റ്റേജിലിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ താരങ്ങളെയും എല്ലാ താരങ്ങളെയും കണ്ടതിൽ വളരെ ആനന്ദത്തിലാണ് ജനങ്ങൾ. സോ നമുക്കിതിൽ നിന്ന് ആനന്ദ് നാഗിനെ നമുക്ക് ഓർത്ത് വെക്കാം. ഇങ്ങനെ നമുക്ക് ഈ 14 പേരെയും നമുക്ക് ഓർത്ത് വെക്കാം. ഇനി ഓരോ വ്യക്തികളുടെയും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. ആദ്യമായിട്ട് PR ശ്രീജേഷ്, കേരളത്തിന് കിട്ടിയതാണ് PR ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കിയുടെ ഗോൾ കീപ്പർ. തുടർച്ചയായി 2 ഒളിമ്പിക്സിലും മെഡൽ നേടുന്ന വ്യക്തി. 2017 പത്മശ്രീ, 2021 ഖേൽരത്ന, 2024 ഇദ്ദേഹം വിരമിച്ചു. ഇദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പറും കൂടെ ഓർത്ത് വെക്കുക, നമ്പർ 16. അടുത്തത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. ഇദ്ദേഹത്തിനും കേരളത്തിൽ നിന്ന് കിട്ടിയ ജോസ് ചാക്കോ പെരിയപുരം. ആദ്യമായി കേരളത്തിൽ ഹൃദയ ശസ്ത്രക്രിയ 2003 ഹോസ്പിറ്റൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, കൊച്ചി. അടുത്തതായി ശോഭന, സിനിമാ താരം ശോഭന ചന്ദ്രകുമാർ. ശോഭന ചന്ദ്രകുമാറിന് തമിഴ്നാടിനാണ് ഈ അവാർഡ് പോകുന്നത്, തമിഴ്നാടിനാണ്. ശോഭന സിനിമാ താരം, സിനിമാ താരം, ഭരതനാട്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് സുശീൽ കുമാർ മോദി, ബീഹാർ. മേഖല പൊതുകാര്യം. ഇദ്ദേഹത്തിന് മരണാനന്തരമാണ് ലഭിച്ചത്. നെക്സ്റ്റ് വിവേക് ദിബ്രോയ്, മേഖല ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. പ്രധാനമന്ത്രിയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ഡൽഹിക്കാണ് ഈ അവാർഡ് കിട്ടുന്നത്. 2024 നവംബർ 1 ഇദ്ദേഹം അന്തരിച്ചു. എ സൂര്യപ്രകാശ്, അടുത്തത് സാഹിത്യത്തിന്. പ്രസാർ ഭാരതിയുടെ മുൻ ചെയർമാനായിരുന്നു ഇദ്ദേഹം. അടുത്തത് വിനോദ് ധാം, ശാസ്ത്രം സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക്. ഇദ്ദേഹം അമേരിക്കൻ പൗരനാണ്, പക്ഷേ ഇന്ത്യൻ വംശജനാണ്. അമേരിക്കൻ പൗരനായതുകൊണ്ട് ഈ ഒരു അവാർഡ് അമേരിക്കക്കാണ് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് മനോഹർ ജോഷി, മേഖല പബ്ലിക് അഫയേഴ്സ്. മരണാനന്തരമാണ് ഇദ്ദേഹത്തിന് നൽകുന്നത്. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ആയിരുന്നു. നന്ദമുറൈ ബാലകൃഷ്ണ, ആന്ധ്രാപ്രദേശ്, സിനിമാ താരം. S അജിത് കുമാർ, സിനിമാ താരം, തമിഴ്നാട്. ജിതിൻ ഗോസ്വാമി, സാത്രിയ ഡാൻസർ, ആസാം. ശേഖർ കപൂർ, സിനിമാ താരം, മഹാരാഷ്ട്ര. പങ്കജ് ഉധാസ്, ഗസൽ ഗായകൻ, മഹാരാഷ്ട്ര. ഇദ്ദേഹത്തിന് മരണാനന്തരമാണ് നൽകുന്നത്. ആനന്ദ് നാഗ്, കർണാടക താരമാണ്. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നത് കൊണ്ട് പത്മശ്രീ പാർട്ട് 3 പഠിക്കാം.